ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിന്റെ നാമം ഇന്ന് രാത്രികാലം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. പ്രത്യേകമായി ഇന്ന് രാത്രികാലം വചനം ശ്രദ്ധിക്കുവാൻ കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്തു. ഞങ്ങളുടെ യൂട്യൂബിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ ലൈവായി ഈ വചനം ഇപ്പോൾ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം ആമേൻ പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. ഈ പ്രോഗ്രാം റെക്കോർഡായി കിടക്കുമ്പോൾ തന്നെ പിന്നീട് ആരെങ്കിലും ഇത് കേൾക്കുമ്പോഴും അവർക്കും ഈ വചനങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചക്കാലം കർത്താവ് അത്ഭുതകരമായി നമ്മളെ ഈ ഭൂമിയിൽ പരിപാലിച്ചു. പലരും ഇന്ന് രാത്രി നമ്മുടെ കൂടെ ഈ ഭൂമിയിൽ ഇല്ല. അവർ കഴിഞ്ഞ 6-7 ദിവസത്തിനുള്ളിൽ കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് അവർ കൂട്ടിക്കൊണ്ടുപോയി. നമ്മുടെ സ്വന്തക്കാരായിരിക്കും, നമ്മുടെ സ്നേഹിതരായിരിക്കും. അവരിന്ന് നമ്മളോട് ഇല്ല. എന്നാൽ നമ്മുടെ കൂടെയുള്ള ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജീവനോടായിരിക്കുന്നത് ദൈവത്തിന്റെ ഹിതം തന്നെയായിരുന്നു. ഹല്ലേലൂയ. അനേക കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട്, വേദന, പറഞ്ഞു തീരാത്ത അനേക ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഇതിൽ കൂടെയൊക്കെ ദൈവം നമ്മളെ ജയോത്സവമായി നടത്തി. നമ്മുടെ കഴിവല്ല, നമുക്ക് പ്രശംസിക്കുവാനൊന്നുമില്ല, നമ്മൾ കണ്ടെത്തിയ പുതുവഴികളൊന്നുമല്ല. ദൈവം നമ്മളെ സ്നേഹിച്ചു, ദൈവങ്ങളോട് കരുണ കാണിക്കുന്നു, കൃപ കാണിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു പോകാൻ പറ്റുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. ഇന്ന് രാത്രി കാലം വചന ശുശ്രൂഷയ്ക്ക് മുൻപായിട്ട് തന്നെ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ രാത്രി കാലം തിരുസന്നിധിയിലായിരിക്കുന്നു. വചനത്തിൽ നിന്ന് ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ, അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ ആഗ്രഹിക്കുന്നതല്ല സംസാരിക്കേണ്ടത്, ദൈവം അടിയന്റെ ഹൃദയത്തിലിടുന്ന വാക്കുകൾ മാത്രം സംസാരിക്കുവാൻ, അടിയന്റെ ഹൃദയത്തിലിടുന്ന ആലോചനകൾ മാത്രം സംസാരിക്കുവാൻ ഇന്നിടയാകട്ടെ. കേൾക്കുന്ന ജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവർക്ക് ആവശ്യമുള്ള ആത്മീയമല്ല ദൈവം നൽകുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം സ്ഫുടമായി സംസാരിക്കുവാൻ അടിയനെ കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെടുത്തുന്ന സകല വിഷയങ്ങൾ നസ്രനായ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. കേൾക്കുന്ന എല്ലാ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആഗ്രഹിച്ച് സംസാരിക്കാൻ തെരഞ്ഞെടുത്ത ഒരു ഭാഗം അടിയന്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഏതാണ്ട് 21 വർഷത്തിലധികമായി കർത്താവിന്റെ മുന്നിലായിരിക്കുവാൻ കർത്താവിനെ ആക്കി. എന്റെ കഴിവോ ബലമൊന്നുമല്ല. തിരികെ നോക്കുമ്പോ ഒന്ന് മാത്രം എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്, ദൈവം എന്നെ തിരഞ്ഞെടുത്തു. അങ്ങയുടെ ദൈവത്തിന്റെ വേലയ്ക്ക് യോഗ്യനെന്ന് ദൈവം കണ്ട് അതിനെ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ ക്രിസ്ത്യ ജീവിതത്തിൽ അനുഭവങ്ങൾ അനേകമുണ്ട്. ഓരോരുത്തരോട് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് അനേക അനുഭവങ്ങൾ പറയാനുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ അവൻ സന്തോഷിക്കുന്ന അനുഭവങ്ങൾ, ദുഃഖത്തിന്റെ അനുഭവങ്ങൾ, ആശ്വാസത്തിന്റെ അനുഭവങ്ങൾ, കണ്ണുനീരിന്റെ അനുഭവങ്ങൾ, അതുപോലെ പല അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി കാലം ഞാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പല അനുഭവങ്ങൾ, ക്രിസ്തീയ ജീവിതത്തിന്റെ വിവിധ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടെത്തിയ അനുഭവങ്ങളല്ല, ഞാൻ മനസ്സിലാക്കിയ അനുഭവങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അനുഭവങ്ങളല്ല. പലപ്പോഴും നമ്മുടെ ചിന്ത ഞാൻ അനുഭവിച്ചതാണ് ക്രിസ്ത്യ ജീവിതം, അപ്പോൾ മറ്റ് എല്ലാവരും ഇതേ അനുഭവത്തിൽ കൂടെ കടന്നു പോകണം എന്നൊരു നിർബന്ധം ചിലപ്പോൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ ഞാൻ ആ അനുഭവത്തെ കുറിച്ചല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അനുഭവം
ഈ അനുഭവത്തിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ, ഈ അനുഭവത്തിൽ കൂടെ നമുക്ക് പങ്കാളികളാകാൻ, ഈ അനുഭവത്തിന്റെ പങ്കാളികളാകാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനി അല്ല എന്നാണ് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ അനുഭവങ്ങളൊക്കെയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകപരമായ ഒരു പേരും ഒരു ക്രിസ്ത്യാനിയല്ല. ക്രിസ്തുവിന്റെ മുന്നിൽ ക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്ന് ദൈവത്തിന്റെ മകൾ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, നിങ്ങളുടെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അനുഭവം ഇല്ലെങ്കിൽ അങ്ങനെ അനുഭവം ഉണ്ടാകട്ടെ എന്ന ആഗ്രഹത്തോടാണ് ഇന്ന് രാത്രികാലം വചനത്തിലേക്ക് കടന്നു പോകുന്നത്. ക്രിസ്തു ജീവിതത്തിലുള്ള വിവിധ അനുഭവങ്ങൾ, ക്രിസ്ത്യൻ ജീവിതത്തിലുള്ള വിവിധ അനുഭവങ്ങൾ. പ്രത്യേകിച്ച് ഈ ഭാഗം എടുത്ത് സംസാരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലുള്ള തന്റെ ജീവിതത്തിന്റെ അവസാന ചില മണിക്കൂറുകളിൽ നിന്നെടുത്ത് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പായുള്ള ചില മണിക്കൂറിൽ നടന്ന സംഭവങ്ങൾ അത് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്, അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, അതിൽ നിന്ന് ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ക്രിസ്ത്യ ജീവിതം എന്താണെന്ന് ഇന്ന് രാത്രികാലം വ്യാഖ്യാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ ജീവിതം മുഴുവൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. മുഴുവൻ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിനുള്ളിൽ തന്നെ തീർക്കാൻ പറ്റാത്ത വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് അതെല്ലാം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. യേശുവിന്റെ മരണത്തിന് മുമ്പാകെ നടന്ന ചില വിഷയങ്ങൾ, ആ സംഭവങ്ങൾ, ചില മണിക്കൂറിനുള്ളിൽ നടന്ന സംഭവങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ന് രാത്രി കാലം ക്രിസ്ത്യ ജീവിതത്തിന്റെ അനുഭവം എന്താകണം, എന്തായിരിക്കണം എന്ന് മാത്രം അടിയന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോടൊപ്പമായി പെസഹ അല്ലെങ്കിൽ ആ ലാസ്റ്റ് സപ്പർ എന്ന് പറയും, അവര് അന്തിമ ആ അത്താഴത്തിന് ശേഷം ശിഷ്യന്മാരോടൊപ്പമായി ഗെത്സമനെ എന്ന് പറയുന്ന തോട്ടത്തിലേക്ക് അവർ കടന്നു പോകുന്നു. ഒരു പാട്ടൊക്കെ പാടി സന്തോഷത്തോട് അവര് ആ ഗെത്സമനെ തോട്ടത്തിൽ കടന്നു പോകുന്നു. എല്ലാവരുടെ ഉള്ളിൽ സന്തോഷമുണ്ട്. കാരണം ചില പുതു കാര്യങ്ങളാണ് അവർ പഠിച്ചത്. അവര് യേശുവിന്റെ മരണത്തോടുള്ള ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അവർ കേൾക്കാൻ ഇടയായിരുന്നു. എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. യേശുവിനൊപ്പമായി ഗെത്സമനെ തോട്ടത്തിൽ കടന്നു പോകുന്നു. ഗെത്സമനെ തോട്ടത്തിൽ അവർ എത്തുമ്പോ ചില ശിഷ്യന്മാരുടെ യേശു പറയുന്നത്, നിങ്ങൾ ഇവിടെ ഇരിക്കണം, ഇവിടെ ഇരിക്കണം. അതിൽ നിന്ന് 3 പേരെ തിരഞ്ഞെടുത്തു. പത്രോസ്, യോഹന്നാൻ, യാക്കോബിനെ. ഈ 3 പേരെ തിരഞ്ഞെടുത്തിട്ട് യേശു അല്പം കൂടെ മുന്നോട്ട് കടന്നുപോയി. ഇതിൽ 3 പേരെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് യേശു പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി. അവിടെ പോയി മുട്ടുകുത്തി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹം അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, എല്ലാം നമുക്ക് അറിയത്തുമില്ല. എന്നാൽ ചില അദ്ദേഹം എടുത്തു പറഞ്ഞ ചില ഭാഗങ്ങൾ നമ്മുടെ വേദപുസ്തകത്തിലുണ്ട്. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 36-ാമത്തെ വാക്യം. അതെല്ലാം എല്ലാ വാക്യങ്ങളും വായിച്ചു പോകാൻ അതിന് ആഗ്രഹിക്കുന്നില്ല, കാരണം അതിന് സമയം നമുക്ക് ഇല്ലല്ലോ. എന്നാൽ അവർക്ക് അറിയാവുന്ന ഭാഗങ്ങളായതുകൊണ്ട് അത് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ തീർച്ചയായും ഈ ഭാഗങ്ങളൊക്കെ എടുത്ത് വായിക്കണം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 36-ാമത്തെ വാക്യം. ആ വാക്യത്തിലേക്ക് വരുന്ന മുമ്പാണ് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി ഇവിടെ മുന്നിടാൻ ആഗ്രഹിക്കുന്നു. യേശു അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയുന്നു. എന്നാൽ ഈ പ്രാർത്ഥനയിടയിൽ തന്നെ അനേക വിഷയങ്ങൾ യേശുവിന്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് ഓടിച്ച് ചിന്തിക്കാം. ചില മണിക്കൂറിന് ശേഷം യൂദാസ് അവിടെ കടന്നു വരും, ഒറ്റിക്കൊടുക്കും. അതിനുശേഷം അറസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ യേശുവിനെ കൂട്ടിക്കൊണ്ടു പോകും. എന്നിട്ട് പല പ്രമാണികളുടെ മുന്നിൽ കൊണ്ട് യേശുവിനെ നിർത്തും. അതിനുശേഷം ചോദ്യം ചെയ്യും. ഇവരൊക്കെ ചോദ്യം ചെയ്യുന്നത് അവരുടെയായ അറിവ് അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച അറിവ് നിമിത്തമാണ് അവർ ചോദ്യങ്ങൾ ചെയ്യുന്നത്. അതിനുശേഷം യേശുവിനെ പീലാത്തോസിന് മുന്നിൽ കൊണ്ടുപോകുന്നു.
അവിടെ യേശുവിനെ 39 പ്രാവശ്യം അടിക്കുന്നു, ചാട്ടവാറിട്ട് പുറത്തടിക്കുന്നു. ഒപ്പമായി അനേകം കളിയാക്കുന്നു, യേശുവിന്റെ മുഖത്ത് തുപ്പുന്നു, യേശുവിനെ മുഖത്തടിക്കുന്നു, യേശുവിന്റെ തലയ്ക്ക് വടിയിട്ടടിക്കുന്നു. അതിനുശേഷം യേശുവിന്റെ തലയ്ക്ക് മുകളിൽ മുള്ളുകൊണ്ടുണ്ടാക്കിയ കിരീടം അവന് താഴ്ത്തി അമർത്തി വെക്കുന്നു. ഇതൊക്കെ ശേഷം ഗോൽഗോത്ത എന്ന് പറഞ്ഞ ആ മലയിലേക്കുള്ള യാത്രയിൽ യേശു ഒരു ക്രൂശ് ചുമന്നുകൊണ്ടാണ് പോകുന്നത്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നമുക്കൊരു കഥയായി പറഞ്ഞു പോകാൻ സാധിക്കും. എന്നാൽ ആ രാത്രി ഗെത്സമനെ തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി അവിടെ ഇരിക്കുമ്പോൾ, യേശു നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, എന്താ ഇവിടെ പ്രാർത്ഥിക്കുന്ന ആ സന്ദർഭത്തിൽ നടക്കാൻ പോകുന്ന ഈ വിഷയങ്ങളൊക്കെ മുൻകൂട്ടി യേശുവിന് അറിയാവുന്നത് കൊണ്ട് നമുക്കറിയത്തില്ല നാളെ എന്ത് സംഭവിക്കും, നാളെ വിട്ട് അടുത്ത 10 മിനിറ്റിന് ശേഷം എന്ത് സംഭവിക്കും, 2 മിനിറ്റിന് ശേഷം എന്ത് സംഭവിക്കും എനിക്ക് പറയാൻ പറ്റുകയില്ല. കാരണം എന്റെ ഭാവി ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ യേശു ദൈവമായതുകൊണ്ട് 100% മനുഷ്യരും 100% ദൈവമായതുകൊണ്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നന്നായി യേശുവിന് അറിയാതെ, അതുകൊണ്ട് ഈ നടക്കാൻ പോകുന്ന വിഷയങ്ങളൊക്കെ മുൻകൂട്ടി അവിടെ പ്രാർത്ഥിക്കാൻ എല്ലാം കണ്ടു, എന്റെ ദർശനത്തിൽ താൻ കണ്ടോണ്ടിരിക്കുവാണ്, കണ്ണുകളിലൊക്കെ സംഭവിക്കുന്നത് കണ്ടോണ്ടിരിക്കുവാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്റെ ഉള്ളിൽ വേദന, ഭയം, എന്തൊക്കെ നിരാശ, സങ്കടം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകലവിധമായ വേദനകളും ചിന്തകളും യേശുവിന്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നു. അത് കടന്നു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? യേശുവിന്റെ ഉള്ളിൽ ഇതൊക്കെ കടന്നു പോകുമ്പോൾ തന്റെ ആ ഭയമോ വേദനയോ നിരാശയോ പ്രയാസമോ എന്താണ് എനിക്ക് വർണ്ണിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ആ സന്ദർഭത്തിൽ തന്റെ ശരീരത്തിൽ കൂടെ വേർപ്പിന്റെ പകരം രക്തത്തുള്ളികളാണ് വീഴുന്നത്. ഇമോഷൻ, തന്റെ വികാരങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ, ഇത് മനുഷ്യന്റെ ഏറ്റവും എക്സ്ട്രീമിൽ എത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു വിഷയമാണ്. വേർപ്പിന്റെ സ്ഥാനത്ത് ആ രക്തത്തുള്ളികൾ വീണുകൊണ്ടിരിക്കും ശരീരത്തിൽ നിന്ന്. ഈ വിഷയങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ വേദനയേറിയ അവസ്ഥയിൽ യേശു ആയിരിക്കുമ്പോൾ താൻ അറിഞ്ഞാണോ അറിയാതെയാണോ എനിക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, താൻ തന്റെ പിതാവായ ദൈവത്തോട് ഒരു കാര്യം അപേക്ഷിക്കുന്നു, കഴിവെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒന്ന് മാറ്റണമേ. ഈ വിഷയത്തിന് വേണ്ടി യേശു സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നതാ. ഏത് വിഷയത്തിന് വേണ്ടി? ഇതൊക്കെ സഹിക്കാൻ, കഷ്ടം സഹിക്കാൻ വേണ്ടി മാത്രമാണ് യേശു ഭൂമിയിൽ വന്നത്. ആരുടെ കഷ്ടങ്ങൾ സഹിക്കുവാൻ? എന്റെ കഷ്ടങ്ങൾ സഹിക്കുവാൻ, എന്റെ പാപനിമിത്തം ഞാൻ നരകത്തിൽ പോകേണ്ടതായിരുന്നു. അതിനുവേണ്ടി ഞാൻ നരകത്തിൽ പോകാതെ, ഞാൻ മരണം അനുഭവിക്കാതെ ഞാൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ എനിക്ക് വേണ്ടി ആരെങ്കിലും മരിക്കണം. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നെ കേൾക്കുന്ന സകലർക്കും വേണ്ടി യേശു ഈ ഭൂമിയിൽ കടന്നു വന്നു പാപത്തിന് വേണ്ടി മരിക്കാൻ. നമ്മൾ പാപികളാണ്. ഈ പാപികളായ നമ്മൾക്ക് ലഭിക്കേണ്ടത് നരകമാണ്. നരകത്തിൽ പോകേണ്ടതാണ്. പാപത്തിന്റെ ശമ്പളം മരണം. ഈ മരണം നമുക്കാണ്. എന്നാൽ ഈ മരണം നമുക്ക് വരാതിരിക്കാൻ സ്വർഗത്തിൽ ആയിരുന്ന യേശു സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. എന്തിന്? ഞാൻ ഈ മരണം അനുഭവിക്കാതിരിക്കാൻ വേണ്ടി എന്റെ സ്ഥാനത്ത് യേശു മരിച്ചു. ഇതൊക്കെ മനസ്സിലാക്കി ഇതിനുവേണ്ടി തയ്യാറെടുപ്പോടാണ് യേശു ഭൂമിയിൽ വന്നത്. കഴിഞ്ഞ 33 വർഷം ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെയാ ഈ ഭൂമിയിൽ യേശു ആയിരുന്നത്. എന്നാൽ സമയത്തിന്റെ പൂർണ്ണതയിലെത്തിയപ്പോൾ, ഞാൻ വീണ്ടും പറയട്ടെ, സമയത്തിന്റെ പൂർണ്ണതയിലെത്തിയപ്പോൾ യേശു ഒരു സാധാരണ മനുഷ്യനെ പോലെ ആയിരുന്ന ആ അവസരത്തിൽ തന്നെ പെട്ടെന്ന് പറഞ്ഞുപോയി. ഈ വേദനയൊക്കെ മുൻപിൽ കണ്ട്, ഈ അനുഭവങ്ങളൊക്കെ മുന്നിൽ കണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സൗഖ്യമാക്കിയ പലരും ഈ കൂട്ടത്തിലുണ്ട്. ഇവരെ ക്രൂശിക്കണം എന്ന് വിളിക്കാൻ തയ്യാറായി നിൽക്കുന്ന പലരെ യേശു ഒരു രാത്രി മുമ്പേ തന്നെ ഇന്നലെ കാണുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി തന്നെ സ്നേഹിച്ച 3 കൊല്ലം കൂടെ നടത്തിയ ശിക്ഷയെ കുറിച്ച് ഓർത്ത് വേദനിച്ചു കാണും. പത്രോസ് തന്നെ തള്ളിപ്പറയും, അതും ഓർത്ത് വേദനിച്ചു കാണും.
യൂദാസ് തൂങ്ങി മരിക്കും, അത് ഓർത്ത് വേദനിച്ചു കാണും. ഇതൊന്നുമല്ല, ഇതിനേക്കാളും അപ്പുറമായി ക്രൂശിൽ താൻ തലയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ, ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ, ലോകത്തിന്റെ സകല പാപവും തന്റെ തോളിൽ തന്നെ ഏറ്റി അവിടെ തൂങ്ങിക്കിടക്കുമ്പോൾ, തന്റെ സ്വന്തം പിതാവ് സ്വർഗത്തിന്റെ മുഖം മറയ്ക്കുമ്പോൾ യേശു അവിടെ നിന്ന് വിളിക്കുവാണ്, എന്റെ പിതാവേ, അല്ലെങ്കിൽ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിടരുത്. Do not forsake me. Amen. ആ അവസ്ഥയൊക്കെ ചിന്തിച്ച് ഈ രാത്രിയിൽ ഗെത്സമന തോട്ടത്തിൽ യേശു ആയിരിക്കുമ്പോൾ, ഈ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ എടുത്തു പറയുന്ന ഒരു ഭാഗമാണ്, കഴിവെങ്കിൽ പിതാവേ, കഴിവെങ്കിൽ ഈ പാനപാത്രം എന്ന് അകറ്റണമേ. ആ വേദന ഒന്ന് ചിന്തിച്ചേ. എന്നിട്ട് അല്പം പോലും പിശാചിന് ഇടം കൊടുക്കാതെ താൻ വന്ന ഉദ്ദേശം ഫുൾഫിൽ ചെയ്യാൻ, താൻ വന്ന ആഗ്രഹം അത് നിറവേറ്റാൻ പെട്ടെന്ന് എടുത്തു പറഞ്ഞു, പക്ഷെ എന്റെ ഹിതമല്ല, ദൈവത്തിന്റെ ഹിതം നിറവേറ്റട്ടെ, ദൈവത്തിന്റെ ഹിതം പൂർത്തീകരിക്കട്ടെ. എന്റെ ഹിതമല്ല, ദൈവഹിതം. പിതാവേ, അങ്ങയുടെ ഹിതം ചെയ്യുവാൻ ഞാൻ ഭൂമിയിൽ കിടന്നു വന്നു, അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ ക്ഷമിക്കുക. എന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം. അത് എന്താണെങ്കിലും അത് ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. ഗെത്സമന തോട്ടത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് എന്റെ ഹിതമല്ല, ദൈവഹിതം. ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്ന സകലം അറിഞ്ഞോളം നമ്മുടെ ഹിതത്തിന് വേണ്ടിയല്ല ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ ഹിതം പൂർത്തീകരിക്കാനാണ്. പലപ്പോഴും ക്രിസ്ത്യാനി എന്നുള്ള പേരുണ്ട്, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഞാൻ ഇന്ന സഭയിൽ പോകുന്ന ഒരു വിശ്വാസിയാണ്, എന്റെ പേര് ആ സഭയുടെ രജിസ്റ്ററിൽ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വളരെ അഹങ്കാരത്തോടെ പറയാൻ പറ്റും. എന്നാൽ ജീവിതം നോക്കിയാൽ നമ്മൾ നമ്മുടെ ഹിതമാണ് നിറവേറ്റുന്നത്, ദൈവഹിതമല്ല. അറിയാതെ പോലും ദൈവഹിതത്തിന് അകന്നുപോയ ആരെങ്കിലും രാത്രികാലം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ താഴ്മയോട് നിന്നോട് പറയട്ടെ, ദൈവഹിതം ചെയ്യുവാൻ മാത്രമേ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിട്ടുള്ളൂ, നമ്മുടെ ഹിതം ചെയ്യാനല്ല. വേദപുസ്തകത്തിൽ എങ്ങും എഴുതിയിട്ടില്ല നീ നിന്റെ ഹിതം പൂർത്തീകരിക്കാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. നോ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് ദൈവഹിതം പൂർത്തീകരിക്കാനാണ്. അത് ഏത് കഷ്ടതയും, ഏത് വേദനയും, ഏത് പ്രയാസവും, അത് സന്തോഷമാകും, അത് രോഗമാകും, അത് കണ്ണുനീരാകും, അത് ഉല്ലാസമാകും, ഏത് വിഷയമായിക്കോട്ടെ, ഏത് അവസ്ഥയായിക്കോട്ടെ, എല്ലാ അവസ്ഥയിലും നമുക്ക് പറയാൻ പറ്റണം, എന്റെ ഹിതമല്ല ദൈവമേ, അങ്ങയുടെ ഹിതം ഞാൻ ചെയ്യുവാൻ വന്നിരിക്കുന്നു. എന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം ചെയ്യുവാൻ. ഞാനൊരു ജോലി തിരഞ്ഞെടുക്കുമ്പോ, വിവാഹത്തിന് വേണ്ടി ഞാനൊരു കുട്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പയ്യനെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ, ഞാൻ താമസിക്കാൻ ഒരു ഭവനം തിരഞ്ഞെടുക്കുമ്പോൾ, പഠിക്കാൻ ഒരു കോളേജിൽ തിരഞ്ഞെടുക്കുമ്പോൾ, അതുപോലെ ഓരോ വിഷയത്തിൽ ഞാൻ തിരഞ്ഞെടുപ്പ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ മുന്നിൽ കാണേണ്ടത് ഇത് ദൈവഹിതമാണോ, ദൈവഹിത പ്രകാരമുള്ള തീരുമാനമാണോ. ദൈവമകനെ, ദൈവമകളെ, നീ തീരുമാനിച്ചതിന് ശേഷമല്ല ചിന്തിക്കേണ്ടത്, നീ തീരുമാനിക്കുന്നത് മുമ്പേ ചിന്തിക്കണം. ഇത് ദൈവഹിതമാണോ, ദൈവത്തിന് പ്രസാദകരമായ ഒരു കാര്യമാണോ, അല്ലെങ്കിൽ നീ അതിലേക്ക് ഇഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. എന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നല്ല പാട്ടുകളൊക്കെ പാട്ടുകാർ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്, ഇതെല്ലാം പാടുവാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. എന്നാൽ എന്റെ ഹിതമല്ല, ദൈവമേ, അങ്ങയുടെ ഹിതം. ദൈവമക്കളായ നമ്മൾ, അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്ന നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ദൈവഹിതത്തിന് വിരുദ്ധമായി നീ ഒന്നും ചെയ്യരുത്, സംസാരിക്കരുത്, ജീവിക്കരുത്. നിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമായിരിക്കണം, ഞാൻ ഈ ഭൂമിയിൽ ജീവനോടായിരിക്കുന്ന കാലം മുഴുവനും ഞാൻ ദൈവഹിതം മാത്രമേ ചെയ്യുകയുള്ളൂ. അതിനപ്പുറം ഒരു ഇഞ്ച് അങ്ങോട്ടോ ഒരു ഇഞ്ച് ഇങ്ങോട്ടോ ഞാൻ പോകുകയില്ല. എനിക്ക് നഷ്ടം വന്നാലും, എനിക്ക് ഈ ഭൂമിയിൽ നഷ്ടം വന്നാലും ഞാൻ തിരഞ്ഞെടുക്കുന്നത് ദൈവഹിതം മാത്രം. പൗലോസ് പറയുന്നത്, ഈ ഭൂമിയിലുള്ള സകലതും എനിക്ക് ചപ്പും ചവറുമായ ഞാൻ കണക്കാക്കുന്നു. എന്തിന്? എനിക്ക് യേശുവിനെ നേടാൻ. I want to win Jesus. I want to gain Jesus. എനിക്ക് യേശുവിനെ നേടുവാൻ ഭൂമിയിലുള്ള സകലതും ഞാൻ ചപ്പും ചവറുമായി ഞാൻ എണ്ണുന്നു. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ ആഗ്രഹമാണ് നമ്മൾ പുത്രന്റെ
ശബ്ദം കേൾക്കണം. മത്തായി 17:5 വായിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. മത്തായി 17:5 എഴുതിയിരിക്കുന്നു. മത്തായി 17:5 എഴുതിയിരിക്കുന്നു, പിതാവായ ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? നമ്മൾ പുത്രന്റെ ശബ്ദം കേൾക്കണം, പുത്രന്റെ വാക്കുകൾ കേൾക്കണം. പുത്രനാണ് യേശു, പിതാവിന്റെ ഇഷ്ടമാണ് എന്ത്? നമ്മൾ യേശുവിന്റെ വാക്കുകളെ കേൾക്കാവും. ഇന്ന വ്യക്തി, ഇന്ന പാസ്റ്റർ, ഇന്ന റവറൻഡ്, ഇന്ന ഡോക്ടർ, നോ. യേശുവിന്റെ വാക്കുകൾക്കാണ് നമുക്ക് മുൻതൂക്കം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആധാരം. വചനം വിട്ടുള്ള ഒരു കളി വേണ്ടത് മകളെ, വചനം വിട്ടുള്ള ഒരു തീരുമാനം വേണ്ടത് മകളെ. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? നമ്മൾ സ്വന്തം മകൻ, പിതാവിന്റെ സ്വന്തം മകൻ യേശുവിന്, ഏകജാതനായ പുത്രൻ യേശുവിന്റെ വാക്കുകൾ നമ്മൾ കേൾക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഗെത്സമനെ തോട്ടം മറന്നു പോകരുത്. ഗെത്സമനെ തോട്ടം പഠിപ്പിക്കുന്നത് ദൈവഹിതം, എന്റെ ഹിതമല്ല, ദൈവഹിതം. ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു അനുഭവമാണ് ദൈവഹിതം. എല്ലാ സന്ദർഭങ്ങളിലും പറയാൻ പറ്റണം, ഞാൻ ദൈവഹിതം മാത്രമേ ചെയ്യത്തുള്ളൂ. രണ്ടാമത്തെ അനുഭവം, യേശുവിനെ അറസ്റ്റ് ചെയ്ത ശേഷം അവർ ഗവർണറുടെ മുന്നിൽ കൊണ്ടുപോയി. നീതി പാലിക്കുന്ന വ്യക്തിയാണ്, നീതി കൊടുക്കുന്ന വ്യക്തിയാണ്. ഒരു പട്ടണത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ അധിപതിയാണ്, അവിടുത്തെ ലീഡറാണ്, അവിടുത്തെ നേതാവാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് മുന്നിൽ യേശുവിനെ കൊണ്ട് നിർത്തി, ഗവർണറുടെ മുന്നിൽ. അവിടെ നിന്നപ്പോ അവിടെ എന്താ സംഭവിച്ചത്? നീതിയാണ് ലഭിക്കേണ്ടത്, നീതി ലഭിച്ചില്ല. അനീതിയാണ് അവിടെ സംഭവിച്ചത്, അവിടെ നടന്നത്. പരാമർശനെ വിട്ടുകൊടുക്കാൻ പറഞ്ഞു, യേശുവിനെ ക്രൂശിക്കുക. ക്രിസ്തു ജീവിതത്തിൽ നീതിയും അനീതിയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമി നമുക്ക് തരാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, അനീതി. പലരും പറയാറുണ്ട്, ഞാൻ നീതിക്ക് വേണ്ടി പോരാടും. എവിടുത്തെ നീതിക്ക് വേണ്ടിയാ? ഈ ഭൂമി ഭരിക്കുന്നത് പിശാചാണ്. പിന്നെ നിനക്ക് എവിടുന്ന് നീതി ലഭിക്കും? പലരും ജീവിതം മുഴുവനും നീതിക്ക് വേണ്ടി ഓടുക. എവിടുത്തെ നീതിക്ക് വേണ്ടി? ഈ ഭൂമി നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ ഒരു വിഷയമാണ് അനീതി. നിന്നെ കുറ്റവാളിയാക്കും. നീ ചെയ്യാത്ത കുറ്റത്തിലെ നിന്റെ പുറത്ത് എഴുതി വെക്കും, ഇവർ കുറ്റവാളിയാണ്. നിന്നെ ആക്ഷേപിക്കും, നിന്നെ കളിയാക്കും. നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ പഠന സ്ഥലത്ത്, നിന്റെ വിവാഹം വരുമ്പോൾ, നീ യേശുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ലോകം മുഴുവനും നിനക്ക് എതിരായി നിൽക്കും. നിന്നെ അടിക്കും, അപമാനിക്കും, നിന്നെ നഗ്നനാക്കും. സഹിക്കാൻ തയ്യാറാണോ? എങ്കിൽ മാത്രം നീ യേശുവിന്റെ ശിഷ്യനായാൽ മതി. പലരും പഠിപ്പിക്കുന്നതാണ്, നീ ക്രിസ്ത്യാനി ആയിക്കോ, നിനക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും, നിനക്ക് വിവാഹം നടക്കും, ജോലി ലഭിക്കും, വിദേശത്ത് പോകാം, അത് നേടാം, ഇത് നേടാം. ഇതൊന്നും നേടാനല്ല ക്രിസ്ത്യാനി ആകേണ്ടതോ. യേശുവിന്റെ ശിഷ്യനാകാനാണ് നീ ഒരു ക്രിസ്ത്യാനി ആകേണ്ടത്. ദൈവ പൈതലായി ജീവിക്കാൻ വേണ്ടിയാണ്, ദൈവ മകനായി, ദൈവ മകളായി ജീവിക്കാൻ വേണ്ടിയാണ് നീ ഒരു ക്രിസ്ത്യാനി ആകേണ്ടത്. അല്ലാണ്ട് ഇംഗ്ലീഷ് വാക്ക് സംസാരിക്കാൻ വേണ്ടി അല്ല. നിന്നെ അവർ കളിയാക്കുമ്പോ, നീ ജോലി സ്ഥാനത്തായിരിക്കുമ്പോ, നീ പഠന സ്ഥലത്തായിരിക്കും, നിന്റെ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ എവിടെയൊരു പബ്ലിക് സ്ഥലത്ത് നിൽക്കുമ്പോ നിന്നെ അവർ കളിയാക്കും, ആക്ഷേപിക്കും. നിന്റെ മേൽ അവർ തെറ്റായ ആരോപണങ്ങൾ അവര് ഉയർത്തും. അവർ നിന്നെ പല രീതിയിൽ അപമാനിക്കും. നിന്റെ കുടുംബത്തെയും എല്ലാത്തിനും നിനക്ക് വേണ്ട നീതി നിനക്ക് ലഭിക്കത്തില്ല. നീ നേരോട് നടക്കുന്നു, നീ സത്യത്തിന് വേണ്ടി നിൽക്കുന്നു. അപ്പോൾ പലപ്പോഴും ഈ പാപത്തിൽ ജീവിക്കുന്ന ഈ ഭൂമിയിലുള്ളവർ നിനക്ക് നീതി തരികയില്ല. അപ്പോഴും യേശുവിനെ പോലെ നീ മിണ്ടാതെ നിൽക്കണം. അവിടെ യേശു സ്ട്രൈക്ക് ചെയ്യാൻ പോയിട്ടില്ല, യേശുവിടെ കൊടി ഉയർത്തിയിട്ടില്ല. എനിക്ക് നീതി ലഭിക്കണം, ഞാൻ ഇവർക്ക് വേണ്ടിയാണ് വന്നത്, ഞാൻ ഇവരെ സൗഖ്യമാക്കി, ഞാൻ ഇവരോട് സ്നേഹവാക്കുകൾ പറഞ്ഞു. ഇതൊന്നും പറയുമ്പോൾ മിണ്ടാതെ നിന്നു. യെശയ്യാ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത്, അറക്കാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മിണ്ടാതെ നിന്നു. പലപ്പോഴും ഞാൻ എനിക്ക് നീതി ഉണ്ടെന്ന് പറഞ്ഞ് ആവശ്യമില്ലാതെ ശബ്ദം ഉയർത്തുന്നുണ്ട്. വേണ്ട. ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു ഗവർണറിന്റെ അനുഭവം, ഗവർണറിന്റെ ഓഫീസിന്റെ അനുഭവം ഉണ്ടാകും. ഗെത്സമനെ തോട്ടത്തിന്റെ അനുഭവം. അടുത്തത് ഗവർണറിന്റെ ഓഫീസിൽ നടക്കുന്ന അനുഭവം, അവന്റെ സന്നിധാനത്തിൽ നടക്കുന്ന അനുഭവം. എന്താണ്? നിന്ന, കഷ്ടത, പ്രയാസം, വേദന. നിന്നെ അവർ അടിക്കും,
ക്രിസ്തുവിന് വേണ്ടി നീ കഷ്ടം സഹിക്കാൻ തയ്യാറാണോ? പലരും ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന് കഷ്ടമോ, എന്റെ കഷ്ടം അതൊന്നും ദൈവം അനുഗ്രഹിക്കും. എവിടെയൊക്കെ കഷ്ടമുണ്ടെങ്കിൽ ആ കഷ്ടമൊക്കെ വിട്ട് ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നത്. നീ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കാൻ തയ്യാറാണോ? പലപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ഈ കഷ്ടതയിൽ കൂടെ പോയി, ഈ വേദനയിൽ കൂടെ പോയി. ഞാൻ ചോദിക്കട്ടെ, ആ കഷ്ടതയിൽ കൂടെ പോയത് സുവിശേഷ നിമിത്തമാണോ? ആ വേദനയിൽ കൂടെ പോയത് സുവിശേഷ നിമിത്തമാണോ? നിനക്ക് നഷ്ടമുണ്ടായത് സുവിശേഷ നിമിത്തമാണോ? അല്ലെങ്കിൽ അത് വെറുതെയാണ്? നീ എടുത്ത തീരുമാന പ്രകാരമാണ് നീ കഷ്ടതയിൽ കൂടെ പോകുന്നത്, നീ എടുത്ത തീരുമാന പ്രകാരമാണ് നീ വേദനയിൽ കൂടെ പോകുന്നത്. എന്നാൽ സുവിശേഷ നിമിത്തം നിനക്ക് ഈ ഭൂമി നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപങ്ങളുണ്ട്. സ്വർഗത്തിൽ മാത്രമല്ല, ഭൂമിയിലായിരിക്കുമ്പോഴും കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചിട്ടുണ്ടെങ്കിൽ, ആ പാടൊക്കെ പുറത്തുണ്ടെങ്കിൽ, ആ വേദനയൊക്കെ നിനക്കുണ്ടെങ്കിൽ നീ ഭാരപ്പെടേണ്ട. നിനക്ക് വേണ്ടി സ്വർഗം നല്ലത് ഒരുക്കിയിട്ടുണ്ട്. സുവിശേഷ നിമിത്തം കഷ്ടം സഹിക്കുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരുടെ കഷ്ടതയെ നമുക്ക് വർണ്ണിക്കാൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് ബോംബെ പട്ടണത്തിൽ ഇതുപോലെ നഗരത്തിൽ ജീവിക്കുന്ന നമുക്ക് അവരുടെയായ പല അനുഭവങ്ങൾ നമുക്ക് ചിലപ്പോൾ വായിച്ചു പോകാം, വർണ്ണിക്കാൻ പറ്റുകയില്ല. എന്നാൽ ഞാൻ പറയട്ടെ, പട്ടണത്തിലായിക്കോട്ടെ, ഗ്രാമത്തിലായിക്കോട്ടെ, എവിടെയുമായിക്കോട്ടെ, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ, സുവിശേഷത്തിൽ കഷ്ടം സഹിക്കുവാൻ, വേദന സഹിക്കുവാൻ, അത് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഒരു അനുഭവമാണ്. ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു അനുഭവമാണ്. ഗവർണറുടെ ഓഫീസ്, മത്തായി സുവിശേഷം 27-ാമത്തെ അധ്യായം 26 താഴോട്ട് വായിക്കുമ്പോൾ, മത്തായി 27-ന്റെ 26 വായിക്കുമ്പോൾ ഈ ഗവർണറുടെ ഓഫീസിൽ നടന്ന സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും. ആ അനുഭവം നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റും. 3-ാമതായി മത്തായി സുവിശേഷം 27-ാമത്തെ അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അടുത്ത അനുഭവം ഗോൽഗോഥ മലമുകളിൽ ഉണ്ടായ അനുഭവം. ഗോൽഗോഥ മലമുകളിൽ എന്താ സംഭവിച്ചത്? യേശുവിന്റെ ക്രൂശിൽ തറച്ചു, യേശു മരിക്കപ്പെട്ടു. ഗോൽഗോഥ മലമുകളിൽ നടന്ന സംഭവം ക്രിസ്ത്യാനി എന്ന് പറയാൻ വിളിക്കപ്പെട്ട, അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് സ്വന്തമായി അപമാനിക്കുന്ന നമുക്ക് ആദ്യമായി സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്? മരണം. ക്രൂശിക്കപ്പെടണം, മരിക്കണം. എന്ത് ക്രൂശിക്കപ്പെടണം, എന്ത് മരിക്കണം? എന്റെ പഴയ മനുഷ്യന് ഞാൻ ക്രൂശിൽ തറയ്ക്കണം. ഇന്നെങ്കിൽ ശേഷമേ ഒരു ക്രിസ്ത്യാനി ആകത്തുള്ളൂ. ചുമ്മാ ഒരു പ്രസംഗം കേട്ട് ഞാൻ പ്രസംഗം കേട്ടു, എനിക്ക് യേശുവിന് ഇഷ്ടമാണ്, ഇതുവരെ ഞാൻ ക്രിസ്ത്യാനിയാണ്, എന്റെ പേരൊക്കെ മാറ്റി. നോ, നിന്റെ പഴയ മനുഷ്യനെ മുഴുവനായി ക്രൂശിൽ തറയ്ക്കണം. പഴയ മനുഷ്യന്റെ സ്വഭാവം, അവന്റെ ഇഷ്ടാനുസരണങ്ങൾ, ആ പഴയ മനുഷ്യന്റെ ആഗ്രഹങ്ങളും ചിന്തകളും വിചാരങ്ങളും എന്തുമായിട്ടുള്ള പാവവും അതിനകത്തുള്ള ഉൾക്കൊള്ളുന്ന സകലതും, ചീത്ത പറച്ചിലും ദേഷ്യവും സകലതും നമ്മൾ ക്രൂശിൽ തറയ്ക്കണം. ഗോൽഗോഥ മലകളെ കാണിക്കുന്നത് പാപത്തിൽ വീണ് കിടക്കുന്ന വ്യക്തിയെ ക്രൂശിൽ തറയ്ക്കണം. യേശുവിനെ ക്രൂശിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? യേശു ഭൂമിയിലുള്ള സകലരുടെയും പാപം ചുമന്നുകൊണ്ടാണ്. അത് നിമിത്തമാണ് ക്രൂശിൽ തറയ്ക്കേണ്ടി വന്നത്. ലോകം യേശുവിനെ തെറ്റിദ്ധരിച്ച് ക്രൂശിൽ തറച്ചെങ്കിലും ദൈവത്തിന്റെ നീതി പ്രകാരം യേശു മരിക്കുന്നത് ലോകത്തിന്റെ പാപം ചുമന്നത് കൊണ്ടാണ്. യേശു എനിക്ക് വേണ്ടി പാപിയായതുകൊണ്ടാണ്. അപ്പോൾ പാപിയായ വ്യക്തിയെ നമ്മൾ ക്രൂശിൽ തറയ്ക്കണം. എന്റെ പഴയ മനുഷ്യൻ, പാപിയായി ജീവിക്കുന്ന എന്റെ പഴയ മനുഷ്യൻ, ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. യേശുവിനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്റെ പാപ മനുഷ്യനെ എന്നിൽ നിന്ന് അകറ്റണം. അവനെ ക്രൂശിൽ തറയ്ക്കണം, അവൻ മരിക്കണം. പഴയ മനുഷ്യൻ മരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പലരുടെ ജീവിതത്തിൽ നാട്ടമുണ്ട്, ക്രിസ്ത്യാനിത്തോടെ പേരുണ്ട്, പക്ഷെ കൂടെ നടക്കാൻ കൊള്ളത്തില്ല, കൂടെ ഇരിക്കാൻ പറ്റുകയില്ല. കൂടെ നടന്നാൽ അവന് ചരിത്രമുള്ള നാറ്റമല്ല, അവന് സ്വഭാവത്തുള്ള നാറ്റം. പലരും പറയാറുണ്ട്, ഇന്ന പാസ്റ്ററിന്, ഇന്ന അച്ഛന്, ഇന്ന വിശ്വാസി, ഇന്ന വ്യക്തി, ഇന്ന ക്രിസ്ത്യാനി എന്നൊക്കെ പേരെടുത്ത് പറയുമ്പോൾ അവന് സ്വഭാവം അറിയാൻ ബ്രദറെ. എന്താണ്? അവനിൽ നിന്നുള്ള ആ നാറ്റം പുറത്തു വരുന്നു. പഴയ മനുഷ്യനെ മരിപ്പിച്ചിട്ടില്ല. അവനൊക്കെ കുറെ അടിയിടൊക്കെ വാങ്ങി, എത്രയേ ഉള്ളൂ.
അതൊക്കെ അമർത്തി വെക്കാൻ ശ്രമിക്കുവാണ്, അടച്ചു വെക്കാൻ ശ്രമിക്കുവാണ്, അതിനെ ഇടിച്ച് അമർത്താൻ ശ്രമിക്കുവാണ്. ഇടിച്ചമർത്താനല്ല, അതിനെ മരിപ്പിക്കണം, ക്രൂശിൽ തറയ്ക്കണം. അല്പസ്വല്പമൊക്കെ നാട്ടം വരുന്നു. എന്താ? പഴയ മനുഷ്യൻ മരിച്ചിട്ടില്ല, പൂർണ്ണമായി മരിച്ചിട്ടില്ല, ചീകിനാല് കിടക്കുക. അവിടെ ഇവിടെയൊക്കെ ചീകിനാലിട്ടുണ്ട്, പക്ഷെ മുഴുവനായി മരിച്ചിട്ടില്ല. ഇനി അത് പൂർണ്ണമായി മരിപ്പിക്കണം. അതാണ് ഗോൽഗോത്ത അനുഭവം. നാലാമത്തെ അനുഭവം കല്ലറയുടെ അനുഭവം. മൂന്നാമത്തെ അനുഭവം ക്രൂശിൽ തറച്ച് മരിപ്പിക്കണം. അതിന് കംപ്ലീറ്റ് ആയിട്ട് മരിക്കണം. ആ മരിച്ച വ്യക്തിയെ അടുത്ത് എന്ത് ചെയ്യണം? കല്ലറയ്ക്കുള്ളിൽ കൊണ്ട് അടക്കണം. യേശു മരിച്ചു. ഗോൽഗോത്ത മലമുകളിൽ ക്രൂശിൽ 3 ആണികളിൽ യേശു തൂങ്ങി മരിച്ചു. മരിച്ചവിടെ കിടന്ന് ചീങ്ങി നാറിയിട്ടില്ല. മരിച്ച ശേഷം കൊണ്ടടക്കി. പഴയ മനുഷ്യനെ കൊണ്ട് അടക്കണം. അവൻ മരിച്ചു, അവൾ മരിച്ചു. മരിച്ചതിന് ശേഷം അവിടെ ഇട്ടിട്ട് പോയേക്കില്ല, കൂടെ കൊണ്ട് നടക്കരുത്. ആ പഴയ മനുഷ്യനെ കൊണ്ട് അടക്കണം. മരിച്ചുപോയ ആ പഴയ മനുഷ്യൻ, മരിച്ചുപോയ ആ ഭാവിയെ നമ്മൾ കൊണ്ട് അടക്കണം. ക്രിസ്തു ജീവിതത്തിൽ ഈ 2 കാര്യങ്ങൾ വളരെ മുഖ്യമായ വിഷയങ്ങളാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയ വിഷയമാണ്. പഴയ മനുഷ്യൻ മരിക്കാത്ത വ്യക്തി ക്രിസ്ത്യാനിയല്ല. പഴയ മനുഷ്യൻ പൂർണ്ണ മരിക്കണം, അത് മരിപ്പിക്കണം, അതിനെ കൊല്ലണം, അത് ജീവിക്കുവാൻ ഒരു അവസരം കൊടുക്കരുത്. ഭക്തി ഉയർത്തുമ്പോൾ അടിച്ചു കൊല്ലണം, നിൽക്കാൻ അവസരം കൊടുക്കരുത്. ഓ കുഴപ്പമില്ല, ഇന്നത്തെ തലമുറയ്ക്കുള്ള ചിന്തയാണ്, കുഴപ്പമില്ല, ഇച്ചിരൊക്കെ. എന്റെ മകൾ പലപ്പോഴും പറഞ്ഞൊരു വാക്കാണ് പോട്ടെ അപ്പ, പോട്ടെ അപ്പ, എല്ലാം പോട്ടെ പോട്ടെ പോട്ടെ, കുഴപ്പമില്ല. അല്പം ഇച്ചിരയുള്ളല്ലോ മാസ്റ്റർ, എന്താ ഇതിന്റെ പാപമൊന്നുമില്ലല്ലോ, ഇച്ചിരൊക്കെ കുഴപ്പമില്ല. ഈ ഇച്ചിരൊക്കെ കുഴപ്പമില്ലാത്ത വിഷയമാണ് പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു കെണിയായി മാറുന്നത്. ആദ്യം തന്നെ വേരോട് പറിച്ച് അതിനെ നശിപ്പിക്കണം, അതിനെ അടക്കണം, അതിന് വാഴാൻ അവസരം കൊടുക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ക്രിസ്തു ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മുടെ പഴയ മനുഷ്യൻ അങ്ങനെ എവിടെയും പൊക്കി വരുന്നുണ്ടെങ്കിൽ അവനെ തുറക്കണം, അടക്കണം. Crucify the old nature daily. എവിടൊക്കെയോ പൊങ്ങി വരാൻ ശ്രമിക്കും, അവനെ ക്രൂശിച്ചുകൊണ്ടിരിക്കണം. രക്ഷ എല്ലാ ദിവസത്തിന്റെ ഒരു അനുഭവമാണ്. Salvation is a daily experience. എല്ലാ ദിവസവും അനുഭവിക്കേണ്ടതാണ് രക്ഷ. അല്ല ഒരു ദിവസം ഞാൻ ഇന്ന ദിവസം രക്ഷിക്കപ്പെട്ടു, ഇനി തോന്നുന്നത് പോലെ ജീവിക്കാം. നോ, നീ രക്ഷിക്കപ്പെട്ട ദിവസം ഒന്നാണെങ്കിൽ രക്ഷ അനുഭവം എല്ലാ ദിവസവുമാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ആ പഴയ മനുഷ്യൻ എവിടെയെങ്കിലും തലപൊക്കി വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണം. അവനെ വീണ്ടും ക്രൂശിക്കണം, അവനെ തുറക്കണം, അവനെ കൊല്ലണം, അവനെ അടയ്ക്കണം. ഹല്ലേലൂയ. നീ ബാപ്റ്റിസം എടുത്തോ, സ്നാനപ്പെട്ടോ എന്ന് പലരും ചോദിക്കാറുണ്ടല്ലേ. ഈ വെള്ളത്തിൽ സ്നാനം എടുക്കുക അർത്ഥം എന്താണ്? പല ക്രിസ്തീയ കോളത്തിൽ പലരും വെള്ളം തളിക്കാറുണ്ട്. അത് സ്നാനമല്ല, അത് തളിക്കുക. സ്നാനം എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിലുള്ള ഒരു പദമാണ് ബാപ്റ്റിസ്മോ. ആ പദത്തിൽ നിന്ന് വരുന്ന അർത്ഥമാണ് മുഴുവനായി വെള്ളത്തിൽ മുക്കുക. ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ, മുഴുവനായി വെള്ളത്തിൽ മുക്കുക. അപ്പോൾ യഥാർത്ഥമായ ബാപ്റ്റിസത്തിന്റെ അർത്ഥം എന്താണ്? ഒരു വ്യക്തിയെ മുഴുവനായി വെള്ളത്തിൽ മുക്കി ആ വ്യക്തി പിന്നെ പുറത്തു കൊണ്ടുവരണം. ബാപ്റ്റിസം എന്ന് പറയാൻ മുഴുവനായ വെള്ളത്തിൽ മുക്കണം. ഇനി ഇത് എന്ത് കാണിക്കുന്നു? ഒരു വ്യക്തിയെ മുക്കി പുറത്തു കൊണ്ടുവരുമ്പോൾ ഇതിന്റെ ആത്മീയ അർത്ഥം ഇതാണ്: യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് വെള്ളത്തിൽ സ്നാനം എടുക്കുവാൻ അർത്ഥം. അപ്പോൾ ഞാൻ ബാപ്റ്റിസം എടുക്കുമ്പോൾ, ഞാൻ വെള്ളത്തിൽ സ്നാനം എടുക്കുമ്പോൾ ഞാൻ എന്ത് വിശ്വസിക്കുന്നു? ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഹൃദയത്തിൽ മാത്രമല്ല, ഞാൻ എന്റെ ക്രിയയും കൊണ്ട് പ്രവൃത്തിയും കൊണ്ട് ഞാൻ അത് പുറത്ത് കാണിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു എനിക്ക് വേണ്ടി മരിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഞാൻ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഞാൻ പുതു മനുഷ്യനായിട്ടാണ് ഇന്ന് ജീവിക്കേണ്ടത്. ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കും. എന്താണ്? പുതു മനുഷ്യന്റെ അനുഭവത്തിൽ ജീവിക്കാൻ ഞാനൊരു പുതു ശിശുവായി ജനിച്ചു. എന്റെ പഴയ മനുഷ്യനെ അടക്കി, അവൻ വലിയ പ്രായപൂർത്തിയായ മനുഷ്യനായിരിക്കും. പാപത്തിൽ പ്രായപൂർത്തിയായ വ്യക്തിയെ ഞാൻ അടക്കി ക്രിസ്തുവിൽ ഒരു ശിശുവായി ജനിച്ചു. ക്രിസ്തുവിൽ പ്രായപൂർത്തിയായ മനുഷ്യനായിട്ടല്ല. പലരും അതാ ചിന്ത. രക്ഷിക്കാൻ എനിക്ക് 16 വയസ്സുണ്ടല്ലോ, അല്ലെങ്കിൽ 40 വയസ്സ്, ഞാൻ സ്നാനപ്പെട്ടു, എനിക്ക് സഭയുടെ മൂപ്പനാ ആകരുത്. നീ മൂപ്പ
പൂപ്പനായിട്ടില്ല. രക്ഷിക്കപ്പെട്ട ശേഷം നീ ഒരു ശിശുവ, നീ ഒരു ബാലന, ഒരു കുഞ്ഞ. ആ കുഞ്ഞ് ദിനത്തോറും ക്രിസ്തുവിൽ ശക്തി പ്രാപിച്ച് വചനം പഠിച്ച് വചനത്തിന് ആഹാരം കഴിച്ച് അത് ആ ചില വർഷങ്ങൾക്ക് ശേഷം പ്രായപൂർത്തിയാവും. ആത്മീയ വിഷയത്തിൽ പ്രായപൂർത്തിയാവും. രണ്ടാണ്. ഈ ലോകത്തിൽ എനിക്കൊരു പ്രായമുണ്ട്, പക്ഷെ ആത്മീയർക്ക് വേറൊരു പ്രായമുണ്ട്. അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പുതുതായി രക്ഷിക്കപ്പെട്ട വന്ന വ്യക്തിക്ക് നേതൃത്വം കൊടുക്കരുത്, ലീഡർഷിപ്പ് കൊടുക്കരുത്. കാരണം അവൻ പ്രായപൂർത്തിയായിട്ടില്ല, അവൻ ശിശുവാണ്. എന്റെ ഭാഗത്തേക്ക് കടന്നു വരട്ടെ. ആദ്യമായി ഞാൻ പറയുന്നത് ഗെത്സമയുടെ അനുഭവം. പിതാവായ ദൈവത്തിന് ഹിതം ചെയ്യുവാനാണ് ദൈവം എന്നെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ്. രണ്ടാമത്തെ അനുഭവം എന്താണ്? ക്രിസ്തുവിന്റെ അനുഭവം എന്താണ്? ഗവർണറിന്റെ അവന്റെ മുറി, ന്യായസ്ഥലം അല്ലെങ്കിൽ ഗവർണറിന്റെ ഓഫീസിൽ എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് നിന്ന കഷ്ടത, വേദന, സുവിശേഷ നിമിത്തം, യേശു നിമിത്തം എനിക്ക് ഉണ്ടാകുന്ന സകല ബുദ്ധിമുട്ടിൽ ഞാൻ തൃപ്തനാണ്. കാരണം അത് സഹിക്കാൻ വേണ്ടിയാണ് ഞാൻ ക്രിസ്ത്യാനി ആയത്. കഷ്ടം സഹിക്കണം, കഷ്ടം സഹിക്കണം. ഒരു ക്രൂശ് ഞാൻ ചുമന്നുകൊണ്ട് യേശുവിന്റെ പിന്നാലെ നടക്കുമ്പോൾ എളുപ്പമുള്ള കാര്യമല്ല ദൈവമക്കളെ. യേശു പറയുന്നത്, എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? അവന് ഈ ഭൂമിയിലുള്ള എല്ലാ സ്നേഹബന്ധങ്ങളും അവിടെ തന്നെ മാറ്റി വെച്ചേക്കണം. അവർക്കുള്ള സ്നേഹവും ഉത്തരവാദിത്വം മാറ്റിക്കളയണം. അവരെ ഇനി വെറുക്കണം എന്നല്ല. ആ സ്നേഹമൊക്കെ നിലനിർത്തുമ്പോൾ യേശുവിനെ നീ അധികമായി സ്നേഹിക്കണം. അപ്പോൾ തന്നെ വേറൊരു വിഷയം, നിന്റെ ക്രൂശ് ചുമന്നുകൊണ്ട് എന്റെ പിന്നാലെ വരണം. നിന്റെ ക്രൂശ് ചുമന്നുകൊണ്ട് എന്റെ പിന്നാലെ വരണം. ക്രൂശ് ചുമക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല, വേദനയുടെ അവസ്ഥയാണ്, ബുദ്ധിമുട്ടും അതുപോലെ കടനീരിന്റെയും അവസ്ഥയാണ്. അത് സഹിക്കാൻ തയ്യാറാകണം. അതാണ് ക്രിസ്തു ജീവിതം. മൂന്നാമത് ഗോൽഗോത്ത. ഇത് മൂന്നാമത്തെ ഘട്ടം തന്നെ പറയുന്നത്. അനുഭവങ്ങളൊക്കെ ചേർത്ത് പറയുക. ഗോൽഗോത്ത അനുഭവം എന്താണ്? പഴയ മനുഷ്യനെ ക്രൂശിക്കുമ്പോൾ പാവമുള്ള പാവിയായി ജനിച്ച് നമ്മുടെ പാവ മനുഷ്യനെ ക്രൂശിക്കണം. അതിനടുത്തത് കല്ലറ അനുഭവം എന്താണ്? പാവിയ മനുഷ്യരെ നമ്മൾ കല്ലറയ്ക്ക് അടക്കണം. പാവിയ മനുഷ്യരെ അടക്കിയില്ലെങ്കിൽ ഇന്നും നിന്റെ ക്രിസ്തു ജീവിതത്തിൽ നാറ്റമുണ്ടാകും. ആ നാറ്റം വരാതിരിക്കണമെങ്കിൽ പാവിയായ മനുഷ്യരെ അടക്കണം. 4 കാര്യങ്ങളുണ്ട് രാത്രിയിൽ എടുത്തു പറഞ്ഞത്. ഗെത്സമനയുടെ അനുഭവം, ഗവർണറിന്റെ അടുത്തുള്ള അനുഭവം, ഗോൽഗോത്ത മലമുകളിലുള്ള അനുഭവം, കല്ലറയ്ക്കുള്ള ഒരു അനുഭവം. ഇതൊക്കെ ക്രിസ്ത്യ ജീവിതത്തിലുള്ള ഒരു കാര്യമാണ്. ഇത് വിട്ടുള്ള ക്രിസ്ത്യ ജീവിതം ഇല്ല. ഈ 4 അനുഭവങ്ങൾ ഒരു ക്രിസ്ത്യാനി ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അവന്റെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കാണ്. നമ്മുടെ മക്കളെയും നമ്മുടെ സഭയിൽ കടന്നു വരുന്ന വിശ്വാസികളെയും ഇത് നമ്മൾ പഠിപ്പിക്കണം. ഇനി എന്റെ ശബ്ദം കേൾക്കുന്ന ആരെയും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രികാലം ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ക്രിസ്ത്യാനി എന്ന് പറയുന്നത് നീ കണ്ട ഈ ക്രിസ്ത്യാനി അല്ല. വചനപ്രകാരം ഇതാണ് ക്രിസ്ത്യാനി. നീ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നെങ്കിൽ ഈ അനുഭവം നിനക്കുണ്ടാകും. നിന്നെ ഭയപ്പെടുത്തുകയല്ല, സത്യമാണ് പറയുന്നത്. യേശു ഈ അനുഭവത്തിൽ കൂടെ പോയെങ്കിൽ നമുക്കും പോകണം, പോയേ പറ്റത്തുള്ളൂ. കാരണം ഈ ഭൂമി എന്റെ രാജ്യമല്ല, അല്ലെങ്കിൽ ഈ ഭൂമി എന്റെ ഭവനമല്ല. എന്റെ ഭവനം, എന്റെ രാജ്യം അങ്ങ് സ്വർഗത്തിലാണ്. ഞാൻ ഈ ഭൂമിയിൽ വെറും ഒരു യാത്രക്കാരൻ മാത്രം, ഒരു പരദേശി മാത്രം. എന്റെ ഭവനം ഇതല്ല, എന്റെ വീട് ഇവിടല്ല. അതുകൊണ്ട് പരദേശിയെ ജീവിക്കുന്ന എനിക്ക് പല കഷ്ടങ്ങളുണ്ടാകും. എന്റെ നിത്യഭവനം, എന്റെ സ്വർഗത്തിലുള്ള എന്റെ ഭവനം, ഞാൻ ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ ഞാൻ അവിടുത്തെ പൗരത്വനായി ജീവിക്കും, അവിടുത്തെ സിറ്റിസനായി ജീവിക്കും. അന്ന് എനിക്ക് കഷ്ടതയില്ല. അന്ന് എന്റെ ദൈവത്തോടൊപ്പമായി ഞാൻ ഭരിക്കുന്നവരായി തീരും. അത് എന്റെ ദൈവത്തിന്റെ രാജ്യത്തിലാണ്. ഇവിടെ അല്ല, ഇവിടെ അന്ധകാരമാണ്. പലർക്കും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള കഷ്ടത, ഈ ഭൂമിയിലുള്ള പ്രയാസം, ഈ ഭൂമിയിലുള്ള നിന്ദ, ഇതൊക്കെയും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭൂമിയോട് ചേർന്ന് ജീവിക്കുക, ലോകത്തിലുള്ള ചിന്തകളോട് ചേർന്ന് ജീവിക്കുക. ഇവിടെ എന്തൊക്കെയോ ആകണം, എന്തൊക്കെ ആയി തീരണം, എന്തൊക്കെയോ കാണിക്കണം, എനിക്കും എന്തൊക്കെ ആകാം. വേണ്ട, ഇവിടെ ഒന്നും കാണിക്കണ്ട, ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല. കാരണം കല്യാണിച്ച അല്ലെങ്കിൽ ചൊക്കെ പറയുന്നതുപോലെ ഞാൻ ഈ ഭൂമിയിലുള്ളവരല്ലാത്തതുകൊണ്ട് ഭൂമിയിലുള്ള സകലതും എനിക്ക് ശത്രുതയായി തീർന്നു, എനിക്ക് ശത്രുവായി തീർന്നു. ഞാൻ അവരെ സ്നേഹിക്കുന്നു, അവരെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നെങ്കിലും അവരെന്നെ ഉൾക്കൊള്ളുകയില്ല. കാരണം ഞാൻ ഈ ഭൂമിയിലുള്ളവനല്ല. നമ്മൾ ആരും യേശു
സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ആരും ഈ ഭൂമിയിലുള്ളവരല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിലുള്ള വിഷയങ്ങളോട് ചേർന്ന് പോകാൻ പറ്റുകയില്ല. ഈ പാപം നിറഞ്ഞ ഈ വിഷയത്തോട് ചേർന്ന് പോകാൻ എനിക്ക് പറ്റത്തില്ല. ഗെത്സമനെ അനുഭവം, ഗവർണറുടെ അനുഭവം, ഗൊൽഗോഥ മലമുകളുടെ അനുഭവം, കല്ലറയുടെ അനുഭവം, ഈ 4 അനുഭവം ഉള്ള ഒരു ക്രിസ്ത്യാനിക്ക് അവസാനമായി ഏറ്റവും വിലയേറിയ അനുഭവമുണ്ട്. മഹത്വ പ്രത്യക്ഷത, മഹത്വത്തിൽ പ്രവേശിക്കുന്ന അനുഭവം, മഹത്വത്തിന്റെ അനുഭവം, പ്രത്യാശയുടെ അനുഭവം, എന്നെ മാനിക്കുന്ന ഒരു അനുഭവം, എന്നെ ഉയർത്തുന്ന ഒരു അനുഭവം. അത് ഞാനായിട്ടാണ് ഉയർത്തുന്നത്. ഈ ഭൂമിയിലുള്ള നേതാക്കന്മാരല്ല എന്നെ ഉയർത്തുന്നത്. എന്റെ സുഹൃത്തുക്കളോ, എന്റെ ഭാര്യയോ, എന്റെ പിതാവോ, എന്റെ മക്കളോ, അവരാരുമല്ല എന്നെ ഉയർത്തുന്നത്. എന്നെ ഉയർത്തുന്ന ഒരു അനുഭവമുണ്ട്. എനിക്ക് പ്രമോഷൻ തരുന്ന ഒരു അനുഭവമുണ്ട്. അതെപ്പോഴാണെന്നറിയാമോ? എന്റെ പിതാവായ ദൈവം ആഗ്രഹിക്കുമ്പോ. യേശു ക്രിസ്തു അടക്കപ്പെട്ടു. 3-ാം നാൾ ദൈവഹിത പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റത് ചുമ്മാ എഴുന്നേറ്റൊന്നുമല്ല, മഹത്വത്തിന്റെ പൂർണ്ണതയിൽ, in complete glory, in perfection. നിന്നെ ഈ ഭൂമിയിൽ അടക്കുമ്പോൾ ഇംപെർഫെക്റ്റ് ആണ്, നീ പൂർണ്ണതയിലല്ല. എന്നാൽ നീ മഹത്വത്തിൽ നീ എഴുന്നേൽക്കുമ്പോൾ, നീ പുനരുത്ഥാനത്തിന്റെ അനുഭവത്തിൽ നീ എഴുന്നേൽക്കുമ്പോൾ നീ പൂർണ്ണതയിലായിരിക്കും എഴുന്നേൽക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട്. ഇവിടെ രോഗമുണ്ട്, കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, എല്ലാത്തിനും കുറവുണ്ട്. ഒരു കുറവില്ലവനായി, ഒരു കുറവും ഇല്ലാത്തവനായി ഞാൻ എഴുന്നേൽക്കുന്ന ഒരു അനുഭവമുണ്ട്. അതാണ് പുനരുത്ഥാനത്തിന്റെ അനുഭവം. എന്നാൽ പലർക്കും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഒരു പേരെടുത്താൽ കൊള്ളാറുണ്ട്. ഒരു പേരൊക്കെ ലഭിച്ച് എല്ലാവരും എന്നെ കുറിച്ച് നല്ലതൊക്കെ പറഞ്ഞ് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിന്റെ പേര് ഈ ഭൂമിയിലെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു, നിനക്ക് ലഭിച്ചു. ലഭിക്കുന്നതിലൂടെ നിനക്ക് ലഭിച്ചു, അവിടെ ഒന്നുമില്ല. എന്നാൽ ഈ ഭൂമിയിൽ ഞാൻ ആദ്യം പറഞ്ഞ 4 അനുഭവം കൊണ്ട് മാത്രം ജീവിക്കുന്ന ദൈവമക്കളെ, നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. നിന്റെ സ്വർഗം മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അതാണ് പുനരുത്ഥാനത്തിന്റെ അനുഭവം. പുനരുത്ഥാനത്തെ അധികമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല, പിന്നീട് വേറെ സമയത്ത് അതിനെക്കുറിച്ച് പ്രസംഗിക്കാം. എന്നാൽ നിന്റെ പുനരുത്ഥാനത്തിന്റെ അനുഭവത്തിൽ നീ സകല ലോകത്തിന് മുൻപാകെ നിന്നെ നിർത്തി നിന്നെ ദൈവം നിന്നെ മാനിക്കും. എന്നാൽ ഈ ഭൂമിയിൽ നീ ആയിരിക്കുമ്പോൾ ആദ്യത്തെ 4 അവസ്ഥയിൽ കൂടെ നീ കടന്നു പോകണം. ആ 4 അവസ്ഥ കൂടെ കടന്നു പോകാത്ത ആർക്കും ഈ 5ാമത്തെ അവസ്ഥ അവകാശിയല്ല. നീ അതിന്റെ അവകാശിയേ അല്ല. നിനക്ക് ആ പുനരുത്ഥാനം പറ്റത്തില്ല, വരത്തില്ല, ഉണ്ടാകത്തില്ല, സംഭവിക്കത്തില്ല. എന്നാൽ ഈ 4 അനുഭവത്തിൽ കൂടെ, ഈ 4 ഘട്ടങ്ങളിൽ കൂടെ പോകുന്ന ഒരു ദൈവ പൈതലെ നിനക്ക് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, മാനിക്കുന്ന ഒരു ദിവസമുണ്ട്, നിന്നെ ഹല്ലേലൂയ ഉയർത്തുന്ന ദിവസമുണ്ട്. ആ മഹത്വത്തിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ മഹത്വ പ്രത്യക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രിക്കാലം അതിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഭവത്തിൽ കൂടെ പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്നെ ആഹ്വാനം ചെയ്യുന്നു. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രികാലം എന്നോട് പറയട്ടെ, യേശു മാത്രമാണ് ജീവനുള്ള ദൈവം, യേശു മാത്രമാണ് രക്ഷിതാവ്. ഈ ഭൂമിയിൽ നിനക്ക് വരെ ആരുമില്ല. നീ കരയിൽ പ്രാർത്ഥിക്കേണ്ടത് നേരെ യേശുവിനോടാണ്. നീ ഇന്ന പുണ്യ സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല, ഇന്ന പുണ്യ നദിയിൽ പോകേണ്ട ആവശ്യമില്ല, ഇന്ന പുണ്യ പറയപ്പെട്ട ഇന്ന സ്ഥാനത്ത് പോകേണ്ട ആവശ്യം, എങ്ങും പോകേണ്ട ആവശ്യമില്ല. നീ ഒരിടത്ത് മാത്രം പോയാൽ മതി. ഇന്ന് രാത്രിക്കാലം ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നീ ഇരിക്കുന്ന അതേ സ്ഥലത്ത് മുട്ടമടക്കി നീ യേശുവിനെ വിളിച്ചേ. എനിക്ക് യേശുവിന്റെ പൈതലായി ജീവിക്കണം, യേശുവിന്റെ ശിക്ഷനായി ജീവിക്കണം. ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അത് സഹിച്ചോളാം, അത് സഹിച്ച് വിശ്വസ്തയോടെ ഞാൻ ജീവിച്ചോളാം. എന്റെ ഹിതത്തിനല്ല, ദൈവഹിതത്തിനായി കഷ്ടം സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എന്റെ പാപത്തിൽ നിറഞ്ഞു കിടക്കുന്ന മനുഷ്യനെ മരിപ്പിക്കുവാൻ തയ്യാറാണ്, അവനെ അടക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പുതു മനുഷ്യനായി ജീവിക്കും. എന്റെ കർത്താവ് വീണ്ടും വരുന്നവരെ യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് ഈ ഭൂമിയിൽ വന്നു പാപികൾക്ക് വേണ്ടി, പാപികളുടെ മനസ്സാന്തരത്തിന് വേണ്ടി. ഇനി യേശു വരും. ഈ ലക്ഷണങ്ങളൊക്കെയും കാണുമ്പോൾ എന്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, കർത്താവിന്റെ വരവ് അടുത്ത്, 2ാം വരവ് അടുത്തിരിക്കുന്നു. ഇന്നോ നാളെയോ മറ്റന്നാളെയോ വരുമോ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതെല്ലാം വചനത്തിന്റെ പൂർണ്ണതയാണ്. വചനം ഫുൾഫിൽ ചെയ്യുന്നു, പ്രവചനം ഫുൾഫിൽ ആകുന്നു.
ഇതൊക്കെ അവസാനങ്ങളിൽ സംഭവിക്കും. തയ്യാറായിരുന്നോളൂ. ഞാൻ തയ്യാറായിരിക്കുവാണ്. നിങ്ങൾ തയ്യാറായിരിക്കുന്നോ? കർത്താവിന്റെ വരവനായി, കർത്താവിന്റെ വരവൻ എടുക്കപ്പെടുന്ന സകലരും മഹത്വത്തിൽ പ്രവേശിക്കും. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന് 8-9 വാക്യം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, എല്ലാ കാര്യത്തിലും യേശു അനുസരണത്തോട് അനുഭവിച്ചതുകൊണ്ട് സമയം വന്നപ്പോൾ പിതാവായ ദൈവം യേശുവിനെ മഹത്വീകരിച്ചു. എന്ന് പറയുന്നതുപോലെ സമയമാകുമ്പോൾ നിന്നെ ഉയർത്തുന്ന ദൈവമുണ്ട്, നിന്നെ മാനിക്കുന്ന ദൈവം. ഈ ഭൂമിയിലുള്ള മാന്യതയല്ല, സ്വർഗത്തിൽ നിനക്ക് ലഭിക്കുന്ന മാന്യത. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വചനം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളും എല്ലാവരും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാത്രികാലം തിരുസന്നിധി നിങ്ങൾ കടന്നു വരുന്നു. ദൈവമേ, ഇന്ന് രാത്രികാലം വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചില വിഷയങ്ങൾ എടുത്ത് സംസാരിക്കുവാൻ കർത്താവടിയെ ബലപ്പെടുത്തുന്നതിനായ സ്തോത്രം. കേട്ട വചനത്തിന് മുൻപാകെ ദൈവമക്കൾ എല്ലാവരും അവരെ തന്നെ സമർപ്പിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യ ജീവിതത്തിലുള്ള അനുഭവത്തിൽ കൂടി ജീവിക്കാൻ ഇടയാകട്ടെ. ഒരു കംപ്ലൈന്റുമില്ല, ഒരു പരാതിയുമില്ല. എന്താണ് ഈ പ്രയാസം, എന്താണ് ഈ കഷ്ടത, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് എനിക്ക് അനീതി ഉണ്ടാകുന്നു, ഇതൊന്നും കംപ്ലൈന്റ് ചെയ്യുവാനല്ല. യേശു മിണ്ടാകുന്ന പോലെ മിണ്ടാതെ ദൈവത്തോട് മാത്രം എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിൽക്കുന്നു. എന്നാൽ എനിക്ക് നീതി ലഭിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും. ഞാൻ ആ ദിവസത്തിനായി കാത്തിരിക്കുന്നു. എന്നെ മഹത്വത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ ആ ദിവസത്തിനായി കാത്തിരിക്കുന്നു. എന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ ഞാൻ കാത്തിരിക്കും. ഹല്ലേലൂയ. വചനം കേട്ട സകലരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകട്ടെ. ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നവർ അങ്ങനെ പേര് മാത്രം ജീവിക്കുവാനല്ല, യഥാർത്ഥമായി യേശുവിന്റെ വചനപ്രകാരം ജീവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ രാത്രിക്കാല സ്തോത്രം വചനം പിന്നീട്ട് കേൾക്കുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് താമസമാണെങ്കിൽ അടുത്ത തേഴ്സ്ഡേ വൈകിട്ട് വ്യാഴാഴ്ച വൈകിട്ട് 7:30 വീണ്ടും വചനം ഇവിടെ നിൽക്കുവാൻ കർത്താവിനെ ബലപ്പെടുത്തണമേ. വരുന്ന ആഴ്ച മുഴുവനും മക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അവരുടെ സൗഖ്യമാക്കുന്ന കരം നീട്ടി അവരെ തൊട്ട് സൗഖ്യമാക്കണമേ. ഏത് രോഗമായിക്കോട്ടെ അവർക്ക് സൗഖ്യം നൽകണമേ. ദൈവത്തിന് മുൻപാകെ അവർക്ക് താഴ്ത്തിയെങ്കിൽ അവരുടെ കർത്താവ് അവരുടെ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ച് അവരെ കർത്താവ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, എല്ലാ വ്യാഴാഴ്ച വൈകിട്ട് 7:30 വചനമായി അടിയങ്ങളുടെ മുന്നിൽ കടന്നു വരും. അവൻ വചനം കേൾക്കുവാൻ നിങ്ങൾ താല്പര്യത്തോട് പ്രാർത്ഥനയോട് കടന്നു വരണം. അത് മാത്രമല്ല, നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ആരുമായിക്കോട്ടെ അവർക്ക് ഈ വചനം കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിങ്ക് താന ക്രീക്ക് കമ്മ്യൂണിറ്റി, ഞങ്ങളുടെ യൂട്യൂബിലുള്ള ഞങ്ങളുടെ ചാനലും അപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ ഞങ്ങൾക്കുള്ള താന ക്രീക്ക് കമ്മ്യൂണിറ്റി ആ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അവരെ അറിയിക്കണം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോട് എന്തെങ്കിലും പറയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ആ സ്ക്രീനിലുണ്ട്. ആ നമ്പർ നോട്ട് ചെയ്ത് ദയവായി ഞങ്ങളെ അറിയിക്കണം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിച്ചോട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടോട്ടെ. എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. May God bless you.